കഴിഞ്ഞ് മാഡം പറയുന്ന എന്ത് കാര്യത്തിനും ഞാൻ വന്നോളാം. എന്റെ അമ്മയാണ്, എന്റെ അമ്മയാ. നാളെ നവീന്റെ വീട്ടില് ഹൽദിയുടെ ഫംഗ്ഷനാണ്. ചെറുക്കനും പെണ്ണും പങ്കെടുക്കേണ്ട ചടങ്ങ്. അത് തീരുമാനിച്ച സമയത്ത് തന്നെ നടക്കണം. അയ്യോ മാഡം, മാഡം പ്ലീസ് മാഡം, ഒരു ദിവസം മാഡം എന്നെ അനുവദിക്കണം മാഡം. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ നടക്കണം മാഡം. ഒരു ദിവസം ഒന്ന് സമ്മതിക്കണം മാഡം. ഞാൻ യാചിക്കാണ് മാഡം. മാഡം ഒന്ന് സമ്മതിക്കും മാഡം, പ്ലീസ് മാഡം, പ്ലീസ്. ഒന്ന് സമ്മതിക്കും മാഡം. എന്റെ അമ്മയുടെ ഓപ്പറേഷൻ ആണ് മാഡം. പ്ലീസ് മാഡം, പ്ലീസ്. നാളെ ഞാൻ തീരുമാനിച്ച സമയത്ത് ഹൽദി നടന്ന അതേ സമയത്ത് ഓപ്പറേഷൻ ഇവിടെ നടക്കും. അതല്ല മുടക്കാനാണെങ്കിൽ രണ്ടും മുടങ്ങും. അതൊക്കെ ശരിയാടാ മുരളി, പക്ഷേ ഇതൊരു അത്യാവശ്യമായി പോയി. എന്താ നിനക്ക് ഇത്ര അത്യാവശ്യം? അത് നീ അതെത്ര കഷ്ടപ്പെട്ടാന്ന് വാങ്ങിച്ചെന്ന് എനിക്കറിയാം. അന്ന് നിന്റെ കൂടെ ഞാനും ഉണ്ടായിരുന്നതല്ലേ. അല്ല ഇപ്പൊ കൈവിട്ട് കളഞ്ഞാലേ സിറ്റിക്കകത്ത് അതേപോലെ ഒരു സ്ഥലവും വീടും കൂടെ കിട്ടൂല. ഈ ജന്മത്ത് നിന്നെ കൊണ്ട് സാധിക്കുകയില്ല. അത് സത്യം തന്നെയാ. പക്ഷേ എടാ, ഭാഗ്യമോൾക്ക് വേണ്ടി നീ എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടോടാ? നിന്റെ ഈ ലോട്ടറി കച്ചവടം കൊണ്ട് അവക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പണ്ടാണെങ്കിലേ ഒരു പെൺകുട്ടി വളർന്നു വരുമ്പോൾ അവിടെ കല്യാണത്തിന്റെ ചെലവ് മാത്രം പറഞ്ഞാ മതി. ഇപ്പൊ അതാണോ? പഠിപ്പിനൊക്കെ എന്താ ചെലവ്? കല്യാണത്തേക്കാ കൂടുതലേ. അതിനു വേണം ഏതിന്? പഠിപ്പിന്. അവക്കൊരു കാര്യം വരുമ്പോ അത് വിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ? അവളെപ്പോലൊരു മോൾക്ക് വേണ്ടി തന്നെയാടാ. അവളും ഞങ്ങളുടെ മോളാ. നീ ആരെ കുറിച്ചായി പറയണേ? കുറച്ചു ദിവസം എന്റെ കൂടെ ലോട്ടറി വിൽക്കാൻ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, കൃഷ്ണ. ആ, നിന്റെ നാട്ടിലെ കൊച്ച്. ആ, അതൊരു പാവാടാ. അതിന് അമ്മ മാത്രമേ ഉള്ളൂ. ഒന്നുമില്ല ആ പാവങ്ങളുടെ കയ്യില്. ഇപ്പോ അവളുടെ അമ്മയ്ക്കാണെങ്കിൽ ഒരു ഓപ്പറേഷൻ വേണ്ടി വന്നിരിക്കുക. അമ്മ ആശുപത്രിയിലാടാ. അതിനു വേണ്ടിയാ ഞാൻ ഈ കാശ് അന്വേഷിക്കുന്നത്. എടാ, എന്നാലും നീ എന്നെ ഒന്നും പറഞ്ഞ് പിന്തിരിപ്പിക്കണ്ട. എനിക്കും സുനന്ദയ്ക്കും അതിന്റെ സങ്കടം കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തേ. മുരളി, അഡ്വാൻസ് ആയിട്ട് കുറച്ച് കാശ് എനിക്ക് കിട്ടണം. അങ്ങനെയുള്ള ഒരാളിനെ വേണം നോക്കാൻ. ആളെയൊക്കെ കിട്ടും. ഈ സ്ഥലത്തിന്റെ പ്രാധാന്യമൊക്കെ എല്ലാവർക്കും അറിയാടാ. ഞാനൊന്ന് നോക്കട്ടെ. പറ്റുമെങ്കിൽ നാളെ തന്നെ ഒരാളെ കൊണ്ടുവരാം. ആ, അഥവാ നിന്റെ തീരുമാനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിലേ എന്നെ വിളിച്ചൊന്ന് പറഞ്ഞേക്കണം കേട്ടോ. എന്റെ തീരുമാനത്തിന് മാറ്റമൊന്നും വരില്ലടാ. ഞങ്ങളത് ഉറപ്പിച്ചതാ. നമ്മൾ പാവങ്ങളല്ലേ, പരസ്പരം സഹിക്കാനേ ഉള്ളൂ. എല്ലാം ദൈവം തീരുമാനിച്ചതാവും. അങ്കന നിന്നൂടെ ഇംഗിത
മുത്തശ്ശി ഇത് എവിടെയാ? ഞാനിവിടെ എത്ര നേരിട്ട് മുത്തശ്ശി നോക്കിക്കൊണ്ടിരിക്കാന്നറിയോ? അച്ഛൻ പറഞ്ഞില്ലേ നിന്നോട്? ഇല്ല. ഇവിടെ അടുത്തുള്ളൊരു നാഗക്ഷേത്രത്തില് ആയില്യ പൂജ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു വഴിപാട് നടത്താനുണ്ട്. എല്ലാവരും ഇറങ്ങിയ കൂട്ടത്തില് ഞാനതങ്ങ് വിട്ടുപോയി. മനസ്സിനൊരു വല്ലായ്മ തോന്നിയപ്പോഴാ ഇങ്ങോട്ട് വരാമെന്ന് തീരുമാനിച്ചത്. മുത്തശ്ശി നല്ല ആളാട്ടോ. നിങ്ങളെല്ലാം വാങ്ങിക്കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വാ. ഞാൻ നേരെ അങ്ങോട്ട് വന്നേക്കാം. ഗാതമോൾ എവിടെയുണ്ട്? ഗാഥ എവിടെ ഉണ്ട്? ഫോൺ കൊടുക്കണോ? വേണ്ട, ചോദിച്ചെന്നേ ഉള്ളൂ. ഗാതമോള് നേരത്തെ പാമ്പിനെ കണ്ട കാര്യമൊക്കെ പറഞ്ഞപ്പോ മനസ്സില് വല്ലാത്തൊരു... എന്റെ മുത്തശ്ശി, ഗാഥ അതൊക്കെ മറന്നു. ഇവിടെ കൂളായിട്ടിരിക്കുക. ഒരു കാര്യം ചെയ്യാം, ഞങ്ങൾ പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ അമ്പലത്തിലേക്ക് വരാം. വേണ്ട മോനെ, മുത്തശ്ശി വന്നോളാം. എന്നാ ശരി. ശരി. ഗാതമോള് നവീന്റെ അടുത്ത് തന്നെയുണ്ട്. അപ്പോ ഈ കുട്ടി എവിടെ പോയി?